ഹലോ, ഞാൻ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ പാർവതി. ഞാൻ ഇന്നൊരു സിന്തറ്റിക് കെമിക്കലിനെ പറ്റിയാണ് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. 3,4-മെത്തിലീൻ ഡയോക്സി മെത്താംഫെറ്റമിൻ, അതായത് MDMA. എന്തുകൊണ്ടാണ് നമ്മുടെ യങ്സ്റ്റേഴ്സ് ഇപ്പൊ ഇതിലേക്ക് അട്രാക്റ്റഡ് ആയി പോകുന്നത്? ഇതിന്റെ എഫക്റ്റ് എന്താണ്? ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ടേക്കിംഗ് MDMA കുറച്ച് അവേഴ്സ് ആൾക്ക് ഒരു എനർജി കൂടുതലായിട്ട് ഫീൽ ചെയ്യാം, ക്ഷീണമില്ല, ഉറക്കത്തിന്റെ ആവശ്യമില്ല, സെൻസ് ഓർഗൻസ് ഒക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ആയ പോലെ, ഒന്നുകൂടെ ബ്രൈറ്റ് ആയ പോലെ ഒരു ഫീല്, അതുപോലെ ക്ലോസ്നെസ്, മറ്റുള്ള ആളുകളുമായിട്ട് പെട്ടെന്ന് തന്നെ അടുക്കാനായിട്ട് ഒരു ഇൻഹിബിഷൻ ഒക്കെ ഒന്ന് മാറുന്ന പോലത്തെ ഒരു ഫീല്, ഇതൊക്കെ ഏതാനും മണിക്കൂറുകൾ ആൾക്ക് ഉണ്ടാകാം. ഇതുകൊണ്ടാവാം കൂടുതലായിട്ട് ആളുകൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇതിന് ഡെഡ്ലി, അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒത്തിരി നെഗറ്റീവ് എഫക്ട്സ് ഉണ്ട് നമ്മുടെ ബോഡിക്കും മൈൻഡിനും ഉണ്ടാക്കാൻ ശേഷിയുള്ള ഒരു വസ്തുവാണ്. എന്തൊക്കെയാണ് ഈ ഇഫക്ട്സ്? ഇതിന്റെ നെഗറ്റീവ് ഹെൽത്ത് ഇഫക്ട്സ് എന്ന് പറയുമ്പോൾ, കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ കുറച്ചു നേരത്തേക്ക് ആൾക്ക് ഒരു ബോഡി ടെമ്പറേച്ചർ ക്രമാതീതമായിട്ട് കൂടുന്നതായിട്ട് കാണാം. അതുപോലെ ഹൈപ്പർ ടെൻഷൻ വരാം, പാനിക് അറ്റാക്സ് വരാം, വോമിറ്റിംഗ്, നോസിയ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണാം. ഇതല്ലാതെ റിപ്പീറ്റഡ് യൂസിൽ ആളുകൾക്ക് ഡിപ്രഷൻ, ആൻസൈറ്റി, പാരനോയിയ അഥവാ സംശയരോഗം, ഹാലൂസിനേഷൻസ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ നമ്മളുടെ സെൻസ് ഓർഗൻസിനെ ഇത് ബൂസ്റ്റപ്പ് ചെയ്യുന്നത് കൊണ്ട് ഒരു ലിമിറ്റിലെ കൂടുതൽ കഴിയുമ്പോൾ ഇത് ഹാലൂസിനേഷൻസ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. അങ്ങനെ ഒരു സൈക്കോട്ടിക് ലെവലിലേക്ക് ആള് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ലോങ് ടേം യൂസിൽ നമ്മളുടെ ഹാർട്ട്, ലിവർ എന്നുള്ള വൈറ്റൽ ഓർഗൻസിനെ ഇത് ബാധിക്കാം. അതുപോലെ മെമ്മറി ഇഷ്യൂസ്, അറ്റൻഷൻ പ്രോബ്ലംസ്, വർക്കിനുള്ള എഫിഷ്യൻസി കുറയുക, ഇങ്ങനത്തെ കാര്യങ്ങളും കണ്ടുവരുന്നുണ്ട്. ചില കുട്ടികളുടെ പേരൻസ് ഒരു ഡൗട്ട് ചോദിക്കാറുണ്ട്, ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത് കാണാൻ MDMA എന്ന്. അതും കൂടെ ക്ലിയർ ചെയ്യുവാണ്. MDMA എന്ന് പറയുന്നത് യൂഷ്വലി അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ സെല്ലിൽ ചെയ്യുന്ന ഫോം ടാബ്ലറ്റ് അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ ഫോം ആണ്. ഈ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത് നല്ല ബ്രൈറ്റ് കളേർഡ് ടാബ്ലറ്റ്സ് ആയിരിക്കും, വിത്ത് ഇംപ്രിന്റഡ് ആയിട്ട് ചെറിയ ലോഗോസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ക്യാപ്സ്യൂലർ ഫോമും ഉണ്ട്. ഇത് രണ്ടും ഓറലി ആണ് സാധാരണ എടുക്കുന്നത് ആളുകൾ. പിന്നെ ഇൻജെക്റ്റബിൾ ഫോംസ്, സ്നോപ്പിംഗ്, അതായത് മൂക്കിപ്പൊടിയൊക്കെ വലിക്കുന്ന പോലെ മൂക്കിക്കൂടെ വലിക്കുക, ഇതിന്റെ വേപ്പേഴ്സ്, ഇത് കത്തിച്ച് അതിന്റെ വേപ്പേഴ്സ് ഇൻഹേൽ ചെയ്യുക, അങ്ങനെ പല ഫോംസിൽ കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം എന്ത് തന്നെ രീതിയിലായിരുന്നാലും ഇതിന്റെ ഉപയോഗം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് ഷോർട്ട് ടേം, സിംഗിൾ യൂസോ അതിൽ മൾട്ടിപ്പിൾ റിപ്പീറ്റഡ് യൂസോ ആയിരുന്നാലും അത് ഒട്ടും ഫിസിക്കലി ആൻഡ് മെന്റലി നമുക്ക് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ആരെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹെൽപ്പ് എടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഫോർ മോർ ഇൻഫർമേഷൻ, മോർ ഡീറ്റെയിൽസ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. താങ്ക് യു.